ഒരു കൊച്ചു കുട്ടിയെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്കൊരു മോനുണ്ട്, ഒറ്റ മോനേ ഉള്ളൂ. അവന് 10 വയസ്സ് പ്രായം, 11 വയസ്സ് പ്രായം, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 11 വയസ്സുകാരന്റെ കുഞ്ഞുനാൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. വേറൊന്നുകൊണ്ടല്ല, അവൻ വീഴുന്നു, അവൻ എഴുന്നേൽക്കുന്നു, അവൻ നടക്കാൻ പഠിച്ച സമയങ്ങള്, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളും മുട്ടിലുണ്ടാകുന്ന മുറിവുകളും അവൻ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വീണ്ടും ഓടുന്നു, ചാടുന്നു. ഇന്നവൻ സ്കേറ്റിംഗിൽ അതിഗംഭീരമായിട്ട് പ്രകടനം നടത്തുന്നയാളാണ്, നല്ല ബാലൻസ് ആണ്. ഇന്നവൻ കരാട്ടയിൽ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല ബാലൻസ് ആണ്. ഇന്നവൻ എത്ര മലമുകളാണെങ്കിലും അവിടുന്ന് താഴേക്ക് ഓടിയിറങ്ങും, നല്ല കപ്പാസിറ്റിയാണ്. പക്ഷെ അവൻ ഒരുപാട് സമയം വീണിട്ടുണ്ട്, ഒരുപാട് സമയം അവന്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്. മുട്ട് പൊട്ടിയ സമയത്ത് എടുത്ത് തൂത്ത് തലോടി സാരമില്ലടാ നീ വീണ്ടും ഓടണമെന്ന് പറഞ്ഞ് അവനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്റെ വൈഫ് ജിൻസിയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റെസിലിയൻസ്, ബൗൺസ് ബാക്ക്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ എന്ത് വേണം? അതിന്റെ അകത്തുനിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം.